പ്രിയമുള്ളവരെ, വചനജ്വാല 1631 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 17 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജെറേമിയായുടെ പുസ്തകം 11 അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. തകർന്ന ഉടമ്പടി. കർത്താവിൽ നിന്ന് ജെറമിയാക്ക് ലഭിച്ച അരുളപ്പാട്. ഈ ഉടമ്പടിയുടെ നിബന്ധന കേൾക്കുക. അത് യൂദയായിലെ ജനങ്ങളോടും ജെറൂസലേം നിവാസികളോടും പറയുക. അത് യൂദായിലെ ജനങ്ങളോടും ജെറൂസലേം നിവാസികളോടും പറയുക. നീ അവരോട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന്, ഇരുമ്പ് ചൂളയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ മോചിച്ചപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടിയാണിത്. നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കണം. ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുകയും വേണം. അങ്ങനെ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇന്ന് നിങ്ങൾക്കുള്ളതുപോലെ പാലും തേനും ഒഴുകുന്ന ഒരു നാട് നൽകുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. കർത്താവേ, അങ്ങനെയാകട്ടെ. ഞാൻ മറുപടി പറഞ്ഞു. കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു, ഈ ഉടമ്പടിയുടെ നിബന്ധന നിങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുവിൻ എന്ന് യൂദയായിലെ നഗരങ്ങളിലും ജെറൂസലേമിലെ വീഥികളിലും വിളംബരം ചെയ്യുക. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൂട്ടിപ്പോന്നത് മുതൽ ഇന്ന് വരെയും എൻ്റെ വാക്കനുസരിക്കുക എന്ന് ഞാൻ അവരെ നിരന്തരം ഉദ്ബോധിപ്പിച്ചിരുന്നു. എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. ഓരോരുത്തനും തൻ്റെ ദുഷ്ടഹൃദയത്തിന്റെ കാഠിന്യവും പേറി നടക്കുന്നു. അതുകൊണ്ട് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ അവരെ ഞാൻ അറിയിച്ചു. അവ അനുസരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, യൂദയായിലെ ജനങ്ങളും ജെറൂസലേം നിവാസികളും ഗൂഢാലോചന നടത്തുന്നു. എന്റെ വാക്ക് നിരാകരിച്ച പിതാക്കന്മാരുടെ തെറ്റുകളിലേക്ക് അവർ വീണ്ടും മടങ്ങിയിരിക്കുന്നു. അവർ അന്യദേവന്മാരെ പൂജിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും തങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ മേലെ ഞാൻ അനർത്ഥം വരുത്താൻ പോകുന്നു. ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ എന്നോട് നിലവിളിച്ചപേക്ഷിച്ചാലും ഞാൻ കേൾക്കുകയില്ല. അപ്പോൾ യൂദയായിലെ നഗരങ്ങളും ജെറൂസലേം നിവാസികളും തങ്ങൾ പൂജിക്കുന്ന ദേവന്മാരുടെ മുൻപിൽ നിലവിളിക്കും. വിപത്സന്ധിയിൽ അവരെ രക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല. യൂദാ, നിന്റെ നഗരങ്ങൾക്കൊപ്പം നിനക്ക് ദേവന്മാരും പെരുകിയിരിക്കുന്നു. മ്ലേച്ഛതയ്ക്ക് ബാൽ വിഗ്രഹത്തിന് ധൂപമർപ്പിക്കാൻ ജെറൂസലേമിലെ വീഥികൾക്കൊപ്പം ബലിപീഠങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നീ ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അവർക്ക് വേണ്ടി വിലപിക്കുകയോ യാചിക്കുകയോ അരുത്. വിഷമസന്ധിയിൽ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല. ദുഷ്കൃത്യങ്ങൾ ചെയ്തിരിക്കെ എന്റെ പ്രയസിക്ക് എന്റെ ഭവനത്തിൽ എന്തവകാശമാണുള്ളത്? നേർച്ചകൾക്കോ ബലിമാംസത്തിനോ നിന്റെ നാശത്തെ അകറ്റാനാവുമോ? നിനക്കിനി ആഹ്ലാദിക്കാനാവുമോ? തഴച്ചു വളർന്ന് ഫലങ്ങൾ നിറഞ്ഞ
മനോഹരമായ ഒലിവുമരം എന്നാണ് കർത്താവ് നിന്നെ വിളിച്ചിരുന്നത്. എന്നാൽ കൊടുങ്കാറ്റിന്റെ ആരവത്തോട് അവിടുന്ന് അതിനെ ചുട്ടരിക്കും. അതിന്റെ കൊമ്പുകൾ അഗ്നിക്കിരയാകും. നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ കർത്താവ് തന്നെ നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും ദുഷ്കൃത്യങ്ങൾ പ്രവർത്തിച്ചു. ബാലിനെ ധൂപാരാർപ്പണ അർപ്പിച്ചത് വഴി അവർ എന്നെ രോഷാകുലനാക്കിയിരിക്കുന്നു. ജെറമീക്കെതിരെ ഗൂഢാലോചന. കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി. അങ്ങനെ ഞാൻ അറിയാനിടയായി. അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. ഫലത്തോടു കൂടെ തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്ക് അവനെ പിഴുതെറിയാം. അവന്റെ പേര് ഇനി ഒരാളും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീതിയായി വിധിക്കുന്നവനും ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവേ, അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ. അവിടുന്നാണല്ലോ എന്റെ ആശ്രയം. നിന്റെ ജീവൻ വേട്ടയാടുന്ന അനത്തോത്തിലെ ജനങ്ങളെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ നീ പ്രവചിക്കരുത്. പ്രവചിച്ചാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് അവർ പറയുന്നു. ആകയാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവരെ ഞാൻ ശിക്ഷിക്കും. യുവാക്കൾ വാളിനിരയാകും. അവരുടെ പുത്രന്മാരും പുത്രിമാരും പട്ടിണി കിടന്ന് മരിക്കും. അവരിൽ ആരും അവശേഷിക്കുകയില്ല. അനത്തോത്തിലെ ജനങ്ങളോട് കണക്ക് ചോദിക്കുന്ന ആണ്ടിൽ ഞാൻ അവരുടെ മേൽ തിന്മ വർഷിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മേരി ദാസന്മാരെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 1233 സ്ഥാപിതമായതാണ് മേരി ദാസന്മാർ എന്ന സഭ. മാർട്ടിൻ അഞ്ചാമൻ മാർപ്പാപ്പ 5ാം യാചക സഭ എന്ന് ഈ സഭയെ പേര് വിളിച്ചു. ഫ്ലോറൻസിലെ 7 പ്രഭു കുടുംബങ്ങളാണ് ഈ സഭയുടെ സ്ഥാപകർ. ബോൺഫീലിയൂസ്, ബോനായുക്ത, അമിദേവൂസ്, ഹ്യൂഗ്, മനത്തേസ്, സോസ്തേനൂസ്, അലക്സിയൂസ് എന്നിവരാണ് അവർ. 1888 എല്ലാവരെയും വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു. 1233 സ്വർഗാരോപണ തിരുനാൾ ദിവസം മേൽപ്പറഞ്ഞ 7 യുവാക്കൾക്ക് ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അവരോട് ലൗകികാർഭാടങ്ങൾ പരിത്യജിച്ച് തന്റെ സേവനത്തിന് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഫ്ലോറൻസിനടുത്ത് ലക്സ്മാർസിയ എന്ന പ്രദേശത്താണ് പ്രഥമാശ്രമം അവർ സ്ഥാപിച്ചത്. മോന്തെ സെനാരിയോയിലായിരുന്നു രണ്ടാമത്തെ ആശ്രമം. അവിടെ വെച്ച് ദൈവമാതാവ് തന്നെയത്രേ അവർക്ക് സഭാവസ്ത്രം നൽകിയത്. വിശുദ്ധ അഗസ്റ്റീന്റെ നിയമങ്ങൾ അനുസരിക്കാനാണ് ദൈവമാതാവ് നിർദ്ദേശിച്ചത്. 1249 സഭയ്ക്ക് പ്രാഥമികാംഗീകാരം ലഭിച്ചു. 1272 സഭ നിർത്തലാക്കപ്പെട്ടു. 1304 സഭയ്ക്ക് സ്ഥിരമായ അംഗീകാരം സിദ്ധിക്കുകയുണ്ടായി. അനിതസാരമായിരുന്നു ഈ സഭയുടെ വളർച്ച. 1255 ഈ സഭയ്ക്ക് 10,000 അംഗങ്ങളുണ്ടായിരുന്നു. ഫ്രാൻസിലും സ്പെയിനിലും ഇറ്റലിയിലും ജർമ്മനിയിലുമായി 100 ആശ്രമങ്ങളും ഉണ്ടായിരുന്നു. മേരിദാസന്മാർ ആഘോഷ വ്രതങ്ങളെടുക്കുന്നു. ദൈവമാതാവിൻ്റെ 7 വ്യാകുലങ്ങളോടുള്ള ഭക്തി പ്രത്യേക വിധത്തിൽ
അഭ്യസിക്കുന്നു. പ്രിയമുള്ളവരെ, മേരീദാസന്മാർക്ക് ദൈവം നൽകിയ അനുഗ്രഹം അസാധാരണമാണ്. അങ്ങനെ ചിലർക്ക് അസാധാരണ വരങ്ങൾ ലഭിക്കുമ്പോൾ നാം അസൂയപ്പെടാതെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, വരങ്ങൾ ശരിയായി ഉപയോഗിക്കാനായി നമുക്ക് പ്രത്യേകമായി ശ്രമിക്കാം. പ്രിയമുള്ളവരെ, മേരീദാസന്മാരുടെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.